സത്യം പറഞ്ഞ തങ്ങളെ, ഞാൻ ആ കമന്റ് ഇട്ട പോസ്റ്റ് എന്തായിരുന്നു വെച്ചാല്, ഹക്കീം ഫൈസിന്റെ പ്രസംഗിക്കണ വേദിയിൽ ഇരിക്കുന്ന സാദിഖലി തങ്ങളെ കുറിച്ച് ഒരു ജിഫിരി തങ്ങൾ ആരാധകൻ, അങ്ങനെ തന്നെ പറയാം, അതിൽ വന്ന പോസ്റ്റിന്റെ കണ്ടന്റ് അതായിരുന്നു: സമസ്ത പറഞ്ഞ ഡിമാൻഡുകൾ ഏതെങ്കിലും ഒന്ന് അംഗീകരിച്ചില്ലെങ്കിൽ സാദിഖ് ഈ പ്രസ്ഥാനത്തിന്റെ തലപ്പത്തുണ്ടാവൂല എന്ന് പറഞ്ഞിട്ട് താഴത്തുള്ള സാധനം ഈ കള്ളന്റെ വാക്കും കേട്ട് മധ്യസ്ഥ റോളിൽ ഇരുത്തിയ നമ്മൾ തന്നെയാണ് തെറ്റുകാർ. സാദിഖലി തങ്ങളെ പറ്റിയിട്ട് ഇതിനുള്ളിൽ നടക്കുന്ന സംഭവം എന്താണെന്നുള്ളത് അതും കൂടി ഒന്ന് പറഞ്ഞത് ആർക്കെങ്കിലും മനസ്സിലാവാത്തോലുണ്ട്, ഓർക്കും വേണ്ടിയിട്ടാണ്. സാദിഖലി തങ്ങൾ മധ്യസ്ഥന്റെ റോള് വഹിച്ച് ഈ ചർച്ചയ്ക്ക് ഇരിക്കുന്നത് തന്നെ ഇവിടെ സമാധാനം ഉണ്ടാവണം, ഐക്യം ഉണ്ടാവണം എന്ന് കരുതിയിട്ടാണ്. തങ്ങൾ നേതൃത്വം നൽകുന്ന ഒരു സിസ്റ്റം ഏതൊക്കെ തരത്തിൽ അവർക്ക് താന്നു കൊടുക്കാൻ പറ്റുന്നുണ്ടോ ആ തരത്തിലൊക്കെ താന്നു കൊടുത്ത് ചർച്ച ചെയ്യുന്ന തീരുമാനിക്കുന്ന ആ ചർച്ചയിൽ തീരുമാനമായ കാര്യം പുറത്തു പോയി അമ്പലക്കടവിൻ്റെ അടുത്ത് എത്തുമ്പോഴേക്ക് മാറ്റി പറയുന്ന ശൈലി ഈ പറയപ്പെടുന്ന നേരത്തെ പറഞ്ഞ സമസ്തയുടെ പ്രസിഡന്റായ ഈ മനുഷ്യനുണ്ട്, അതുള്ളതാണ്. അയാളും അതേമാതിരി ആലുകുട്ടി സാവൊക്കെ അറിഞ്ഞിട്ട് ഹക്കീം ഫൈസിനെ മാറ്റി ഹബീബുള്ള ഫൈസി എന്ന് പറഞ്ഞ ആളെ സെക്രട്ടറി ആക്കിയതിൻ്റെ പിറ്റേ ദിവസമാണ് ഈ മനുഷ്യൻ ഇതിൻ്റെ അഡ്വൈസറി ബോർഡിൽ നിന്ന് രാജിവെച്ചത്. ഇതൊക്കെ ഹമീദ് ഫൈസിന്റെ മാത്രം കുതന്ത്രം. അയാൾ പറയും, ഇയാൾ ചെയ്യും. ഇയാളുടെ ഈ ഒരു നിലപാട് കൊണ്ട് മാത്രമാണ് സമുദായം എന്ന് തമ്മിലടിച്ച് ഒരു വൈക്കായിട്ടുള്ളത്. ഐക്യ മസ്ലഹത്ത് ചർച്ചകൾ വരും, മസ്ലഹത്തിന്റെ തീരുമാനങ്ങൾ വരും. ആ തീരുമാനം ഒരു സൈഡിലേക്ക് മാത്രം കർശനമായിട്ട് മറ്റേ സൈഡിനെല്ലാം ഒഴിച്ചിടുന്ന ശൈലി. ബഹാവുദ്ദീൻ ഉസ്താദിന് ഷോക്കോസ് നോട്ടീസ് കൊടുത്ത അതേ ആള് അത് പത്രത്തിൽ വലിയ വാർത്തയായി കൊടുക്കുകയും ഉമർ ഫൈസി മുക്കത്തിന് എന്താ ചെയ്തത്? ഇതൊന്നും നമ്മൾ കാണാത്തതാ. ഉമർ ഫൈസി മുക്കം കള്ളെന്ന് വിളിച്ച സമയത്ത് അയാളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ആ സദസ്സ് വിട്ട് ഇറങ്ങിപ്പോയ അതേ മനുഷ്യൻ അയാളെങ്ങനെ ബഹുമാനിച്ച് തലയിലിട്ട് എനിക്കതിന് സൗകര്യമല്ല. അയാൾ എന്നോട് എൻ്റെ ജീവിതത്തിൽ ഞാൻ നേരിട്ട് സംസാരിച്ച സമയത്ത് ഫസ്റ്റ് പറഞ്ഞ വാക്കിൻ്റെ മനസ്സിലുണ്ട്. ആ സാധനത്തിനും ഒരു സമസ്ത പ്രസിഡന്റ് അല്ലെ ആദരിക്കപ്പെടുന്ന മനുഷ്യന്റെ അടുത്ത് നിന്ന് വരേണ്ട വാക്കുകളുമല്ല. അയാളെ ബഹുമാനിക്കാനൊന്നും എനിക്ക് സൗകര്യമില്ല. നിങ്ങൾ എന്തേ നടപടി എടുക്കേണ്ട എടുത്തോളൂ. അർത്ഥം മനസ്സിലാകാത്തോണ്ടാണോ? കളിപ്പാട്ടം എന്നുള്ളത് തന്നെയാണ്, കീ കൊടുത്തു വിടുന്ന കളിപ്പാട്ടം. ആ ടോയ് എന്നുള്ള വാക്കാണ് അതിൽ പ്രധാന പ്രശ്നം. സമസ്ത പ്രസിഡന്റ് തങ്ങളെ പറ്റി മൂപ്പരെ പറ്റി അങ്ങനെ പറയാൻ പറ്റൂല എന്നുണ്ടോ? ഇതേതെങ്കിലും മുജാഹിദുകാരൻ്റെ വോയിസ് അല്ല, ജമാഅത്ത് ഇസ്ലാമിക്കാരൻ്റെ വോയിസ് അല്ല. അതിനേക്കാൾ വിഷമായി മാറിക്കൊണ്ടിരിക്കുന്ന ഹുദവികളിൽ ഒരാളുടെ വോയിസാണ്. എത്രത്തോളം മതപ്പതിച്ചു ഇവരെ എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഇയാളുടെ കുറേ തെറികളുണ്ട്, അതൊന്നും ഈ ചാനലിൽ പബ്ലിക്കിൽ ഇടാൻ പറ്റില്ല. ആ രൂപത്തിലുള്ള തെറികളാണ്. ഇങ്ങനത്തെ കുറേ എണ്ണത്തിനെ വാർത്തെടുക്കുക എന്നതാണോ ദാറുൽ ഈ സമൂഹത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവന? അല്ലെങ്കിൽ ഇവനെ പോലത്തവരൊക്കെ സംഘടനയിൽ നിന്ന് പിടിച്ച് പുറത്താക്കാൻ ഹുദവികൾക്ക് നട്ടല്ലില്ലേ? ഏതെങ്കിലും നേരിൻ്റെ പക്ഷത്ത് നിൽക്കുന്ന ഒരു ഹുദവിയെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവരോടാണ് ചോദിക്കുന്നത്, നിങ്ങൾക്കൊന്നും ഇവനെ നിങ്ങളുടെ സംഘടനയിൽ നിന്ന് പുറത്താക്കാനുള്ള നട്ടല്ലില്ലേ? അപ്പം നിങ്ങളൊക്കെ ഇതേ അഭിപ്രായക്കാരാണോ? മമ്പറത്തെ മക്കാമിൽ ജനങ്ങളിടുന്ന നാണയത്തുട്ടുകൾ കൊണ്ട് വിദ്യാഭ്യാസ സമുച്ചയങ്ങളും ഇത്തരം ഉദവികൾക്കുള്ള ചോറും ഒക്കെ തയ്യാറാക്കി കൊടുത്ത് വളർത്തി പോറ്റി വലുതാക്കുന്ന ഇത്തരം ദുരന്തങ്ങൾ ഈ സമൂഹത്തിന് മുന്നിൽ ഇവരെ കെട്ടയച്ചു വിടുന്നത്, ചങ്ങലയച്ചു വിടുന്നത്, ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ദാറുലക്കില്ലേ? നിങ്ങൾ വ്യക്തമാക്കണം. ഇയാൾ ഇതുമാത്രമല്ല, ഇനി ഒരു സ്മരണിക എടുത്തിട്ട് ഇയാൾ പറയുകയാണ് ഇതിൽ ജിഫ്രി തങ്ങളുടെ ലേഖനമല്ല, അപ്പോൾ ജിഫ്രി തങ്ങളൊന്നും ആയിരുന്നില്ല. അപ്പോൾ സ്മരണികയിൽ എഴുതാത്തവരൊന്നുമല്ല എന്നാണ് ഇപ്പോൾ ഇയാൾ പറയണത്. അതിനൊരു സാധാരണക്കാരൻ തന്നെ മറുപടി കൊടുക്കേണ്ടത്. അത് ഞാനിവിടെ ഇടാം. സയ്യിദുൽ ഉലമ ജിഫ്രി തങ്ങളെ സംബന്ധിച്ച് ദർസ് നടത്തുകയും ഒരുപാട് സ്ഥലത്ത് ദർസ് നടത്തി ഒരുപാട് വിദ്യാർത്ഥികളുള്ള ഒരുപാട് ശിഷ്യന്മാരുള്ള പാരമ്പര്യമുള്ള ഒരു പണ്ഡിതനാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം മുഷാവറയിലേക്ക് വരാനും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരാനുള്ള യോഗ്യനായത്. അല്ലാതെ കുറേ മാസികകളിൽ ലേഖനം എഴുതി എന്നതല്ല അതിൻ്റെ യോഗ്യത.
കുറേ സ്മരണികകളിൽ ലേഖനം എഴുതി എന്നതല്ല അതിൻ്റെ യോഗ്യത. അദ്ദേഹം ഇൽമുള്ള തഖ്വയുള്ള ഒരു പണ്ഡിതനാണ്, ഒരു സയ്യിദാണ്. അതുകൊണ്ട് തന്നെയാണ് മഹാനായ ഹൈദരലി ശിഹാബ് തങ്ങളടക്കമുള്ള നേതൃത്വം അദ്ദേഹത്തെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അവരോധിക്കുന്നത്. അതുകൊണ്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാർ അദ്ദേഹത്തെ മുഷാവറയിലേക്ക് കൊണ്ടുവരുന്നത്. ആ പണ്ഡിതന്മാരെയാണ് ഇയാൾ ചോദ്യം ചെയ്യുന്നത്. ആലോചിച്ച് നോക്കുക നിങ്ങൾ. ഒരു ഓന്തിൻ്റെ ബുദ്ധി പോലും ഈ ചങ്ങായിക്കില്ല. എന്തായാലും ആ ഭാഗം നമുക്ക് കേൾക്കാം, എന്നിട്ട് അതിൻ്റെ സാധാരണക്കാരനായ ഒരാൾ അയാൾക്ക് കൊടുക്കുന്ന മറുപടിയും കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. KT മാണി മുസ്ലിയാരുടെ സ്മരണികയാണ് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് പുറത്തിറക്കിയ. എൻ്റെ അകത്തേക്ക് ഇങ്ങനെ പോവാം. ഞാൻ ഈ സ്മരണിക അരിച്ചു പൊറുക്കി സമസ്തയുടെ നിലവിലെ പ്രസിഡന്റ് സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ എന്ന അദ്ദേഹത്തിൻ്റെ ലേഖനം കാണാൻ കഴിയുന്നില്ല. അതായത് അന്ന് അദ്ദേഹം ഈ ഫ്രെയിമിൽ തന്നെ ഇല്ലായിരുന്നു എന്നർത്ഥം. ഇന്ന് അദ്ദേഹത്തെ സമസ്തയാക്കാൻ വേണ്ടി സമസ്തക്കാരായ പലരെയും വഹാബികളാക്കുന്നവർ ഇതെല്ലാം കൂടുതൽ കാലമൊന്നും ആയിട്ടില്ല, കുറഞ്ഞ കാലത്തിനിടക്ക് സംഭവിച്ച കാര്യമാണ്. ഉസ്താദ് വഫാത്തായ കാലമൊക്കെ നമുക്ക് കൃത്യമായി ഓർമ്മയുണ്ട്. ജമിയത്തുൽ മുഅല്ലിമീൻ്റെ സമ്മേളനത്തിനിടയിലാണ് 2009 ഉസ്താദ് വഫാത്താകുന്നത്. കഴിഞ്ഞ ഒരു 15 വർഷത്തിനിടയിൽ കേരളത്തിൽ സംഭവിച്ചത് എന്തൊക്കെയെന്ന് നമുക്ക് ചിന്തിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, ഇത് ഇസ്ലാമിക് സാഹിത്യ അക്കാദമി ഇസ പ്രസിദ്ധീകരിച്ച ശംസുൽ ഉലമ എന്നൊരു സ്മരണികയാണ്. ഏകദേശം 306 പേജുള്ള കൊടുവള്ളി അബ്ദുൽ ഖാദർ മൗലവി ഗ്രന്ഥകാരനായ ഇസ പ്രസിദ്ധീകരിച്ച ശംസുൽ ഉലമയുടെ സ്മരണികയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ സ്മരണിക ഗ്രന്ഥകാരൻ അന്ന് ശംസുൽ ഉലമയുമായി ബന്ധപ്പെട്ട് മഹാനായ ശംസുൽ ഉലമ EK ഉസ്താദുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച, ബന്ധം പുലർത്തിയ സമസ്തയുടെ അക്കാലത്തെ പ്രവർത്തകരും നേതാക്കളുമായൊക്കെ ഉള്ള മഹാന്മാരോട് നേരിട്ട് അവരുടെ വീടുകളിലും മറ്റും പോയി തയ്യാറാക്കിയ അഭിമുഖത്തിൻ്റെ ഒരു വിശദാംശങ്ങളാണ് ഈ കനപ്പെട്ട ഈ സ്മരണികയിൽ, ശംസുൽ ഉലമ എന്ന സ്മരണികയിൽ ചേർത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഇവിടെ പ്രതിപാദിക്കാനുണ്ടായ കാരണം, ഇന്ന് രാവിലെ ഒരു ഹുദവിയുടെ മഹാനായ സമസ്തയുടെ ആദരണീയ പ്രസിഡന്റ് സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ അങ്ങേയറ്റം അപഹസിക്കുകയും പരിഹസിക്കുകയും ചെയ്തു പോരുന്ന, തൻ്റെ വാക്കുകളിലും തൻ്റെ പോസ്റ്റുകളിലൂടെയൊക്കെയും തൻ്റെ കമൻറ്റുകളിലൊക്കെയും അങ്ങേയറ്റം പരിഹസിക്കുകയും വിമർശിക്കുകയൊക്കെ ചെയ്തു പോരുന്ന ഒരു ഉദവി അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ഇന്നലെ ഒരു ലൈവ് കണ്ടു. ആദരണീയനായ മർഹൂം ഷെയ്ഖുന KT ഉസ്താദിൻ്റെ സ്മരണിക വെച്ചുള്ള ഒരു ലൈവ്. എന്തെന്ന് വെച്ചാൽ, ആ സ്മരണിക വെച്ച് അദ്ദേഹം അതിൽ പ്രതിപാദിക്കുകയാണ്, 2009 ഒരു മഹാസമ്മേളനത്തിൽ വെച്ചാണല്ലോ മഹാനായ മർഹൂം KT ഉസ്താദ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഏകദേശം 2010 11 ഇറക്കിയ ഒരു സ്മരണിക ആയിരിക്കും അത്. അതിൽ അക്കാലത്ത് ഉള്ള ആളുകളുടെ ഓർമ്മക്കുറിപ്പുകളും മറ്റുമൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ചെറുതും വലുതുമായ സാധ്യമായ കിട്ടാവുന്ന എല്ലാവരുടെയും ഓർമ്മക്കുറിപ്പുകൾ അതിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതെടുത്തു വെച്ച് മഹാനായ സയ്യിദുൽ ഉലമയുടെ ലേഖനം അതിലില്ല എന്നും
സെയ്ദുലുലമക്ക് ആ കാലത്ത് അതുകൊണ്ട് തന്നെ റോളില്ലെന്നും മോശമാക്കി സയ്യിദുലുലമയെ ആക്ഷേപിക്കാൻ വേണ്ടി മാത്രം ഷെയ്ഖുന KT ഉസ്താദിൻ്റെ സ്മരണികയുമായി പോസ്റ്റ് ചെയ്യപ്പെട്ടുണ്ടായി. വളരെ വേദനാജനകമെന്ന് പറയട്ടെ, അദ്ദേഹത്തിൻ്റെ ഉസ്താദിനെ അദ്ദേഹം അതിന് മഹത്വവൽക്കരിക്കുന്നുണ്ട്. നമ്മളൊക്കെ അറിയാവുന്നൊരു കാര്യം ബഹുമാനപ്പെട്ട സയ്യിദുലുലമ ട്രഷററായ സമസ്തയുടെ പണ്ഡിത സഭയുടെ ട്രഷററായ മുഷാവറയാണ് അദ്ദേഹം ഇപ്പോൾ മഹത്വവൽക്കരിച്ച ഉസ്താദിനെയൊക്കെ മുഷാവറയിലേക്ക് തിരഞ്ഞെടുത്തിട്ടുള്ളത്. കാരണം അദ്ദേഹം സയ്യിദുലുലമയെ കൊച്ചാക്കുവാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ഉസ്താദിനെ മഹത്വവൽക്കരിക്കുകയും അത് പോസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്ത ആ സന്ദർഭം നമ്മൾ വായിക്കുമ്പോൾ ആ ഉസ്താദ് മഹാനായ സയ്യിദുലുലമ ട്രഷററായ സമസ്ത അദ്ദേഹത്തിൻ്റെ കൂടി ഒരു തീരുമാനപ്രകാരമാണ് മുഷാവറയിൽ എത്തിപ്പെടുന്നത് എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ആരെയും കൊച്ചാക്കാൻ വേണ്ടി പറയുകയല്ല, ഉദവിയെ പോലെ ഞാൻ ആരെയും കൊച്ചാക്കാൻ വേണ്ടി പറയുകയല്ല. പക്ഷേ തീർത്തും വളരെ മോശമായ രീതിയിൽ മഹാനായ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ അധിക്ഷേപിക്കാൻ വേണ്ടി മാത്രം പോസ്റ്റ് ചെയ്യപ്പെട്ട ഷെയ്ഖുന KT ഉസ്താദിൻ്റെ ആ സ്മരണിക വെച്ച് ആ സ്മരണികയിൽ തങ്ങൾ ഉസ്താദിന് ലേഖനം എഴുതിയിട്ടില്ല എന്ന് സമർത്ഥിക്കുകയും അതിൻ്റെ പേരിൽ തങ്ങൾ ഉസ്താദ് അപ്പോൾ സംഘടനയിലോ സംഘടന മഹാന്മാരുമായോ ഒന്നും റോളുണ്ടായിരുന്നില്ല എന്നൊക്കെ സമർത്ഥിക്കാൻ വേണ്ടി 2010 ശേഷം ഇറങ്ങിയ ആ സ്മരണിക പോസ്റ്റ് ചെയ്ത ഹുദവിയോട് ഒന്ന് പറയാനുള്ളത്, ഇത് 1998 ഇസ്ലാമിക സാഹിത്യ അക്കാദമി ഈസ പ്രസിദ്ധീകരിച്ചൊരു പുസ്തകമാണ്. 98 99 ആയിരിക്കും, പക്ഷേ ഇത് എൻ്റെ കയ്യിൽ കിട്ടുന്നത് 2000 ഏകദേശം 25 വർഷമായി ഈ പുസ്തകം എൻ്റെ കയ്യിൽ കിട്ടിയിട്ട്. ഇതിൽ ഒരുപാട് മഹാന്മാരുടെ പാണക്കാട് സാദാത്യങ്ങളടക്കമുള്ള എല്ലാവരുടെയും വീട്ടിലേക്ക് കയറി ചെന്ന് ബഹുമാനപ്പെട്ട ഉമർ അലി ശിഹാബ് തങ്ങൾ, മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, അങ്ങനെ അവർക്ക് ജീവിച്ചിരിക്കുമ്പോഴുള്ള ഒരു സ്മരണീയാണ്. അവരുടെയൊക്കെ വീടുകളിലേക്ക് കയറി ഇറങ്ങി ബഹുമാനപ്പെട്ട ഗ്രന്ഥകാരൻ തയ്യാറാക്കിയ അഭിമുഖവും അതിനെ തുടർന്ന് പ്രസിദ്ധീകരിച്ചൊരു സ്മരണികയുമാണിത്. ഇതിൽ 248, 249, 250, 251 പേജുകളിൽ വളരെ വിശദമായിട്ടൊരു അഭിമുഖത്തിൻ്റെ ഒരു ലേഖനം കൊടുത്തിട്ടുണ്ട്. ഖിബല നോക്കാൻ ശംസുലുലമയുടെ കൂടെ. ഇതിൽ പ്രതിപാദിക്കുന്നത്, ഇത് ഞാൻ അക്കാലത്ത് വായിച്ചതാണ്, പക്ഷേ അതിൽ നമ്മുടെ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ ആണിത് പ്രതിപാദിക്കുന്നത്. KP ജിഫ്രി മുത്തുക്കോയ തങ്ങൾ എന്നാണ് ഇതിലെഴുതിയിട്ടുള്ളത്. അപ്പോൾ അതിൽ തങ്ങൾ ഉസ്താദിൻ്റെ എന്താണ് ജനനവും അദ്ദേഹത്തിൻ്റെ പരമ്പരവും അതുപോലെ തന്നെ അദ്ദേഹം പഠിച്ചതും ഒക്കെ അതിൽ പ്രതിപാദിച്ച് ആദ്യം തങ്ങൾ ഉസ്താദിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ വളരെ വിശദമായിട്ട് കുടുംബ പശ്ചാത്തലവും അദ്ദേഹത്തിൻ്റെ ദീനി പാരമ്പര്യമൊക്കെ പ്രതിപാദിച്ച് അവസാനം അതിൽ ശംസുലുമായി ബന്ധപ്പെട്ടുള്ള ഒരു പുസ്തകമാണല്ലോ അത്. അപ്പോൾ എന്തായാലും തങ്ങൾ ഉസ്താദിനെ പ്രതിപാദിക്കുമ്പോൾ അത് ശംസുലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ വരിക. അതിൽ ശംസുലുലമയോടൊപ്പം ഖിബല നോക്കാൻ വേണ്ടി ലക്ഷദ്വീപിലേക്ക് മാഹിയിലെ പള്ളിയുടെ ഖിബല നോക്കാൻ വേണ്ടി ശംസുലുലമ തങ്ങൾ ഉസ്താദിനെ ഒപ്പം കൂട്ടി പോയ ഒരു സംഭവമാണ് ഇതിൽ വിവരിച്ചിട്ടുള്ളത്. തന്നെയുമല്ല ഒരുപാട് കാര്യങ്ങളിൽ ശംസുലുലമ തങ്ങൾ ഉസ്താദിന് ഇജാസിയത്ത് കൊടുത്തതും ഇതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഈ അഭിമുഖം നടക്കുന്നത് 98, 99 കാലയളവിലാക്കും. കാരണം 98-ൻ്റെ അവസാനത്തിലോ 99-ൻ്റെ തുടക്കത്തിലോ ഇത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്നാണ് ഓർമ്മ. ഏതായാലും എൻ്റെ കയ്യിൽ കിട്ടിയത് 2000 വർഷത്തിലാണ്. 25 വർഷമായി. 25 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കാര്യം. അപ്പോൾ 10 വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ഒരു സ്മരണികയിൽ സയ്യിദുലുലമയെ പ്രതിപാദിക്കുന്നില്ല, അല്ലെങ്കിൽ സയ്യിദുലുലമ ലേഖനം എഴുതിയിട്ടില്ല എന്ന് പറഞ്ഞ് സയ്യിദുലുലമയ്ക്ക് സംഘടനയിലോ സംഘടനാ നേതൃത്വത്തിൻ്റെ ഇടയിലോ ഒരു സ്വാധീനവും ഉണ്ടായില്ല എന്ന് സമർത്ഥിക്കാൻ വേണ്ടി ഒരു ഉദവി ഒരു സ്മരണിക ഉയർത്തിക്കാട്ടി പറഞ്ഞതിൻ്റെ ആ അടിസ്ഥാനത്തിൽ 25 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സ്മരണിക ഉയർത്തിക്കാട്ടി പറയണമല്ലോ. അപ്പോൾ അതിൽ മാഹിയിലെ പള്ളിയിലേക്ക് ശംസുലുലമ ഖിബല നോക്കാൻ വേണ്ടി തങ്ങൾ ഉസ്താദിനെ ഒപ്പം കൂട്ടുകയായിരുന്നു. ഒപ്പം കൂട്ടിയ ആ ഒരു ചരിത്രം
ഒരു പിൻഗാമിയായിട്ട് തങ്ങൾ ഉസ്താദിനെ അന്നു മുതലേ ശംസുൽ ഉലമ വളർത്തിയെടുത്തു എന്ന് ഈ ലേഖനം വായിക്കുമ്പോൾ ആർക്കും മനസ്സിലാവും. അതിന് തൊട്ടു താഴെയുണ്ട് ഈ ലേഖനം അവസാനിക്കുന്നത് ഈ ലേഖകൻ്റെ അതുപോലെ തന്നെ ഗ്രന്ഥകാരൻ്റെ ഒരു അനുഭവക്കുറിപ്പ് കൂടി വെച്ചാണ് ഈ സ്മരണികയുടെ ഈ അധ്യായം അവസാനിക്കുന്നത്. അതിങ്ങനെയാണ്: ഷെയ്ഖുന അവസാന കാലത്ത് കോളേജിൻ്റെ കാര്യങ്ങൾ നല്ല നിലയിൽ നോക്കി നടത്താൻ MT-യോടൊപ്പം ജിഫിർ തങ്ങളോടും പ്രത്യേകം വസിയത്ത് ചെയ്തിരുന്നു. അവർ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും ചെയ്തു. ശംസുൽ ഉലമയുടെ സാന്നിധ്യം അവിടെ ഉള്ളതുപോലെയാണ് ഉസ്താദുമാരുടെയും കുട്ടികളുടെയും പെരുമാറ്റം. ഷെയ്ഖുനയുടെ വാക്കുകൾ അവർ ഓർക്കുന്നു, അതനുസരിച്ച് പ്രവർത്തിക്കുന്നു. സ്വപ്നങ്ങളിലൂടെയും മറ്റും ചില നിർദ്ദേശങ്ങൾ ലഭിക്കുന്നുമുണ്ട്. എല്ലാ കാര്യങ്ങളും ചിട്ടയോടെ നടക്കുന്നു, ഷെയ്ഖുന ആശിച്ചതുപോലെ തന്നെ. കേവലം സയ്യിദുൽ ഉലമ തങ്ങൾ ഉസ്താദ് സമസ്തയുടെ മുഷാവറയിലേക്കോ സമസ്തയുടെ തലപ്പത്തേക്കോ കടന്നു വന്നതിന് ശേഷം ഒരു PR വർക്ക്, ഇപ്പോൾ അതാണല്ലോ പറയുന്നത് PR വർക്കാണെന്ന്, ആ രൂപത്തിൽ ഇതിന് ശേഷം ഉണ്ടായ ഒരു ഗ്രന്ഥമല്ല ഇത്. 25 വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ അസ്ഹരി തങ്ങൾ സമസ്തയുടെ പ്രസിഡൻ്റായി ഇരുന്ന ആ കാലഘട്ടത്തിൽ ശംസുൽ ഉലമയുടെ വഫാത്തിൻ്റെ 2 വർഷങ്ങൾക്ക് ശേഷം ഇറക്കിയ ഒരു ഗ്രന്ഥമാണത്. വളരെ വ്യക്തമായിട്ട് തന്നെ സയ്യിദുൽ ഉലമയുടെ ആ സ്വഭാവ രീതിയും ശംസുൽ ഉലമയുമായി ബന്ധപ്പെട്ട് സയ്യിദുൽ ഉലമ പ്രവർത്തിച്ചതും ശംസുൽ ഉലമ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ സയ്യിദുൽ ഉലമയെ കൂട്ടിയതുമൊക്കെ ഗ്രന്ഥകാരൻ തന്നെ ഇതിൽ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ വിശദീകരിക്കാത്ത ആളുകളെ, അല്ലെങ്കിൽ ഇതിൽ അഭിമുഖം നടത്താത്ത ആളുകളെ, അല്ലെങ്കിൽ ഈ 25 വർഷങ്ങൾക്ക് മുമ്പ് ഈ സ്മരണികയിൽ പ്രതിപാദിക്കാത്ത ആളുകളെ നമ്മൾ കൊച്ചാക്കുന്നൊന്നുമില്ല. അങ്ങനെ കൊച്ചാക്കാനും പാടില്ല. ഇതിൽ അവൻ എന്തിനാണോ കൊച്ചാക്കിയത്, ആരാണോ ഈ ഷെയ്ഖുന KT ഉസ്താദിൻ്റെ സ്മരണിക വെച്ച് ആ ഉദവി ആരെയാണോ കൊച്ചാക്കാൻ ശ്രമിച്ചത്, അതല്ലെങ്കിൽ ആരെയാണോ മഹത്വവൽക്കരിക്കാൻ ശ്രമിച്ചത്, ആ മഹത്വവൽക്കരിച്ച ആളുടെ പേരോ അഭിമുഖമോ ഈ ഗ്രന്ഥത്തിലില്ല എന്ന് വെച്ച് അദ്ദേഹം കൊള്ളരുതാത്തവനാകുന്നില്ല. അതോടൊപ്പം അദ്ദേഹം കൊച്ചാക്കാൻ ശ്രമിച്ച സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളെക്കുറിച്ച് വളരെ വിശദമായിട്ട് 4 പേജിൽ ഒരു അധ്യായം തന്നെ ഈ 25 വർഷം മുമ്പുള്ള ഷെയ്ഖുന ശംസുൽ ഉലമ സ്മരണികയിൽ പ്രതിപാദിക്കുന്നുമുണ്ട്. അപ്പോൾ ശംസുൽ ഉലമയുടെ അല്ലെങ്കിൽ ശംസുൽ ഉലമയുടെ നിർദ്ദേശപ്രകാരം പ്രവർത്തിച്ച, അക്കാലത്ത് തന്നെ ശംസുൽ ഉലമ പല പ്രധാനപ്പെട്ട കാര്യങ്ങളിലും കൂടെ കൂട്ടിയ സയ്യിദ്, ഇപ്പോഴത്തെ സമസ്തയുടെ പ്രസിഡന്റ് സയ്യിദുൽ ഉലമയെ ആക്ഷേപിക്കാൻ വേണ്ടി മാത്രം മറ്റുള്ളവരെ മഹത്വവൽക്കരിച്ച് എന്ന വ്യാജേന ഓരോരോ പോസ്റ്റുകൾ. എന്താണ് ഇവർക്ക് ഈ സംസ്ഥയുടെ പ്രസിഡന്റിനെ ആക്ഷേപിച്ചിട്ട് ഇവർക്ക് കിട്ടാൻ പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. അതും ഒരു ഹുദവി, അങ്ങനെ തന്നെ പറയാമല്ലോ, അദ്ദേഹം ഒരു ഹുദവിയാണ്. അങ്ങനെ പല ബിരുദധാരികളുമുണ്ട്. ഇയാൾ നിരന്തരമായിട്ട് സയ്യിദുൽ ഉലമ ആക്ഷേപിക്കാൻ വേണ്ടി ഓരോരോ പോസ്റ്റുകൾ. ആ ആക്ഷേപിക്കാൻ വേണ്ടി ഷെയ്ഖുന KT ഉസ്താദിൻ്റെ സ്മരണിക കൂട്ടുപിടിച്ചു എന്നത് വളരെ സങ്കടകരമാണ്. അതുകൊണ്ട് തന്നെയാണ് 25 വർഷങ്ങൾക്ക് മുമ്പുള്ള ശംസുൽ ഉലമ സ്മരണിക നിങ്ങളെ ഒന്ന് കാണിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചതും. കാരണം ഇതുപോലെ ഒരുപാട് പുസ്തകങ്ങൾ പഴയകാലത്ത് ചെറുപ്പത്തിൽ പുസ്തകങ്ങൾ വാങ്ങിക്കൂട്ടുകയും അത് വായിക്കുകയും അതൊരു ശീലമാക്കിയതുകൊണ്ട്, അത് ഹോബിയാക്കിയുമുണ്ട്. ഇപ്പോൾ അത് ഉപകാരപ്പെട്ടു എന്ന് തന്നെ വേണം കരുതാൻ. അതുകൊണ്ട് തന്നെയാണ് ഈ സ്മരണിക ഇപ്പോൾ ഇവിടെ പ്രതിപാദിക്കാനുണ്ടായ കാരണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.